രാത്രിയായി വരുന്നുണ്ട്. കളിയാക്കല്ലേ കളിയാ? കളിയാക്കിയതല്ല, വിഷമം കണ്ടോണ്ട് പറഞ്ഞു. ഒരു വിഷമല്ലമ്മ, നമുക്ക് കാണിച്ചാൽ അത് തന്നെ വേണമായിരുന്നു. ഇടിച്ചാ ഗുണ്ടകളുണ്ടോ? ഇടിച്ചാ മയിലടാ, നിന്റെ അളിയനെന്ന് പറഞ്ഞുകൊണ്ട് ഇടിക്കാതെ അവരെന്നെ വെറുതെ വിട്ടു. അയ്യോ, നമ്മൾ അതിനും വേണ്ടി വലിയ ആളൊന്നുമല്ല. സുരേന്ദ്രൻ പോലെ എന്തായാലും വെറുതെ ഇരിക്കൂല. ഓ, എങ്ങോട്ട് പോണ്? ജമന്തി വിളിക്കാം. ഇല്ലളിയാ, ഒരു നല്ല മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചിട്ട് പോവാം. വീണ്ടും തങ്കം, തങ്കം, ആ ബാ 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 വേഗം ഒരു നല്ല മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാം. നീ ഓടിവാ. ബാ. അടുത്ത പോലീസ് വരുമായിരിക്കും. എന്തോന്ന് എന്തരാ? ആ, ഇത് ആശുപത്രിയിൽ നിന്ന് മരുന്ന് കൊടുത്തിട്ടാണ്. വേണ്ട വേണ്ട, വേണ്ട, പൈസ കൊണ്ടൊന്ന് നശിപ്പിച്ചിട്ട്. അതെ, ഇത് വേണോ വേണ്ട അവസാനമായിട്ട് ഞാൻ ചോദിച്ചു. വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. ഇത് കണ്ടു കഴിഞ്ഞിട്ട് തന്നെ വേണോന്ന് പറയരുത്. വേണ്ടല്ലോ. അയ്യോ എന്റെ വള, അയ്യോ നിന്റെ വളയല്ലേ, നിന്റെ വളയല്ലേ? എന്റെ പണയം വെച്ച വള, ആ, ചിട്ടി അമ്മയുടെ പൈസ കൊണ്ട്. ആണോ നിന്നെ മുഹൂർത്തം? ഇതൊക്കെ കാശ് കൊടുത്ത് മേടിച്ചിടി. ഇതേ തീർന്നില്ല, ഒന്നുകൂടെ ഞെട്ടാൻതാ. ദൈവമേ, കമ്മലൊരെണ്ണം മേടിച്ച്. സ്വർണ്ണാണോ? അല്ല, ചെമ്പ്. എന്തായാലും നല്ലത് വാങ്ങിച്ചോളാം. നമുക്ക് സംശയം. ഇത് എവിടെ തന്നെ പൈസ? ലോട്ടറി ഒക്കെ അടിച്ചല്ലേ കളിയാ? അതാണെങ്കിൽ കൊണ്ടുപോയല്ലേ? ഒരാണുങ്ങളെ കൊണ്ടുപോയില്ല. ലോട്ടറി എന്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. കസ്റ്റഡിയിലുണ്ടോ? അപ്പൊ സുരേന്ദ്ര മുതലാളി ആൾക്കാർ കൊണ്ടുപോയതോ? അത് വന്ന് സുരേന്ദ്ര മുതലാളി ആളുകളെന്ന് ആര് പറഞ്ഞു? അതല്ല എന്റെ സ്വന്തം പിള്ളേര്. ഞാൻ അറേഞ്ച് ചെയ്ത് എന്റെ പിള്ളേരല്ലേ അന്ന് വന്നത്. ദൈവമേ. ഞാൻ ചെക്ക് എടുക്കാനെന്ന് പറഞ്ഞ അകത്ത് പോയില്ലേടി. ആ, പോയത് എന്താണ് നമ്മളെ പിള്ളേരെ വിളിച്ചു വരുത്താനാ. അന്ന് ഈ പിള്ളേർ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആ വായി നോക്കിയുള്ളണ്ടല്ലോ ഞാൻ പൈസ കൊടുക്കാനുള്ളമാർ അവരെല്ലാം ഇവിടെ ലോട്ടറി പിടിച്ച് വാങ്ങിച്ചോണ്ട് പോകുന്നത് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. അതാണ് 10 തരയുള്ള ഈ രാവണന്റെ ബുദ്ധി.